ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മൈൻഡ്ഫുൾ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ന്യൂഡൽഹിയിലുള്ള INA മാർക്കറ്റ് ഒന്ന് കണ്ടാലോ? വരും. നമ്മൾ INA മാർക്കറ്റിലേക്ക് പോവുകയാണ്. ബസ് ഇറങ്ങി സബ്വേ കൂടെ, അതായത് ഭൂമിക്കടിയിലുള്ള വഴിയിൽ കൂടെ നമ്മൾ കയറി ചെല്ലുന്നത് INA മാർക്കറ്റിലോട്ടാണ്. ഇവിടെ നിന്നാണ് തുടക്കം INA മാർക്കറ്റ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുന്നത്, തുടക്കം തന്നെ മോമോസിൻ്റെ ഒരു കട. ധാരാളം കടകളുണ്ട് ഇവിടെ. ഫ്രൂട്ട്സ്, പച്ചക്കറി, തുണികൾ, പാത്രങ്ങൾ, കോസ്മെറ്റിക് സാധനങ്ങൾ, ഇതുവേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇത് പഴങ്ങളുടെ കട. അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തരം പഴങ്ങളുണ്ട്, പിന്നെ കുറച്ച് വില കൂടുതലുണ്ട് ഇവിടെ. ഏത് തരം പഴങ്ങളും ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതലും മലയാളികളും പിന്നെ നൈജീരിയക്കാരുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ മാർക്കറ്റിനകത്തേക്ക് കയറുവാണ്. ഇവിടുന്ന് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലോട്ടുള്ള ഫിഷ് മാർക്കറ്റുകൾ, വെജിറ്റബിൾസിൻ്റെ ഒരു സെക്ഷൻ, അങ്ങനെ ഓരോ, പിന്നെ പരിപ്പ്, അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് ഇതെല്ലാം ബിഗ്, പല ടൈപ്പിലുള്ള ബിഗ് കിട്ടും, പല കളറിലുള്ളത് കിട്ടും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു തയ്യൽ കടയാണ്. അതായത് ചുരിദാറുകളൊക്കെ തയ്ച്ച് കിട്ടും. പിന്നെ നഴ്സന്മാരുടെ കോട്ടുകൾ, അവരുടെ യൂണിഫോം, അതൊക്കെ തയ്ച്ച് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളൊരു കോട്ട് മേടിക്കുന്നുണ്ട്. അതാണ് ആ പുള്ളി എടുക്കുന്നത്. അവിടെ നിന്ന് ഇത് ചെരുപ്പ് കടയാണ്, സെയിലാണ്. ഈ സെക്ഷനിൽ ഈ സൈഡിലിരിക്കുന്നത് 300 രൂപ, ഈ സൈഡിലിരിക്കുന്നത് 250 രൂപ. അങ്ങനെ നല്ല ചെരുപ്പുകളാണ് കേട്ടോ. പെട്ടെന്നൊന്നും പൊട്ടിയൊന്നും പോയില്ല. നല്ല സാധനമാണ്. ഇവിടുത്തെയൊക്കെ ശകലം വിലയുള്ളതാണെങ്കിലും സാധനം നല്ലതാണ്. തുണികൾ, ഇത് സാരികളും ചുരിദാർ മെറ്റീരിയൽസും ആണുള്ളത്. അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇവിടെ വരെ എത്താൻ. ഇവിടെ വന്നാൽ പർച്ചേസ് നടക്കും, ഫുഡടിയും നടക്കും. ഇവിടെ മലബാർ ജുവല്ലേഴ്സ് ഉണ്ട്, കേരള സ്റ്റോഴ്സ് ഉണ്ട്, കേരള ഹോട്ടലുണ്ട്. ഇതൊക്കെ സാരികളും. എനിക്ക് ഇന്ന് എത്ര പെട്ടെന്നെടുത്ത വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ശകലമൊക്കെ പോരായ്മകളുണ്ട്, എല്ലാവരും ക്ഷമിച്ചേക്കണം. ശകലം നല്ല ഒരുപാട് പോരായ്മകളുണ്ട്, ക്ഷമിക്കണം. ബാഗുകളൊക്കെ 500 രൂപയ്ക്ക് മുകളിലോട്ടാണ് അതിൻ്റെ വില. ഏത് മോഡലും കിട്ടും, നല്ല സാധനം തന്നെ. 500, 800, 850, 1000, 1500 അങ്ങനെ അങ്ങ് പോകും. സാരികളുടെ കടയാണ്. ബാഗുകൾക്കൊക്കെ വിലയാണ് 500-ന് മുകളിലോട്ടാണ് കേട്ടോ. ഇതൊക്കെ സാരികളാണ്. സാരികളൊരു 350, അതിന് മേലോട്ടുള്ളത്. ഇത് ഏതെടുത്താലും 200 രൂപയുടെ ചെരുപ്പുകൾ വീട്ടിലിടാൻ ഉപയോഗിക്കാം. 200 രൂപ ഏതെടുത്താൽ കൊള്ളാം. നല്ല സാധനം കേട്ടോ, നമ്മൾ മേടിച്ചതാ. അവിടെ നിന്ന് നമ്മൾ പോയി ചെരുപ്പ് വാങ്ങി അവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അവിടെ ചെരുപ്പുകൾ 350 രൂപയുടെ ചെരുപ്പുകൾ. ഇത് ഷർട്ട് 800-850 രൂപ മുതലുള്ള ഷർട്ടുകൾ. പിന്നെ ഇവിടെ ഇത് പോയി മുന്നോട്ട് പോകുന്നു. തിരക്ക് വലുതായിട്ടില്ല. ഇതൊക്കെ
ചുരിദാറിൻ്റെ തുണികൾ 400 രൂപ വിലയാണ് അതിന്. ഏത് കളറും എടുക്കാം. ഇപ്പോൾ പാൻറ്റും ഉടുപ്പും എല്ലാം ഒരേ കളറുള്ള അതാണ് ഒറ്റ തുണിയാണ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാൻ. സാരികൾ, ഇത് ചെരുപ്പുകൾ. ഇത് ഇവിടുന്ന് നമുക്കൊരു ചെരുപ്പ് വാങ്ങണം. ഇത് 200 രൂപ 300 രൂപയാണ് ഈ കൂട്ടിയിട്ടേക്കുന്നത്. ഈ ഷൂ ഒക്കെ 300-350 രൂപ. അപ്പുറത്തെ സൈഡ് ചെരുപ്പിന് 200 രൂപ. അതൊക്കെ 200 രൂപയ്ക്കുള്ള ചെരുപ്പുകൾ. അതൊക്കെ കണ്ണാടിക്കൂടിനകത്തിരിക്കുന്നത് വേറെ, അതിന് വില കൂടും. അതിന് 350 മേളിലുള്ള ചെരുപ്പുകൾ കണ്ണാടിക്കൂടിനകത്തിരിക്കുന്നത് 800 രൂപയുടെയൊക്കെ. ഇത് ഇപ്പോൾ കാണിച്ച് 100 രൂപയുടെ ചെരുപ്പ് നമുക്ക് വീട്ടിലിട്ട് നടക്കാൻ ഉള്ള 100 രൂപ. നല്ല ഈട് നിൽക്കുന്ന ചെരുപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ 100 രൂപയുടെ ചെരുപ്പുകൾ. 300, 800, 1500 രൂപ, 2000 അങ്ങനെ പോവും ചെരുപ്പിൻ്റെ വില. പിന്നെ ഇത് നഴ്സന്മാരുടെ തുണികളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലിലെ തുണികൾ. ഹോസ്പിറ്റൽ വെച്ചാൽ നഴ്സന്മാരുടെ ഒക്കെ, അവിടുത്തെ സ്റ്റാഫുകളുടെ. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ വിൽക്കപ്പെടും. സ്റ്റീൽ പാത്രങ്ങൾ, ടിഫിൻ ബോക്സുകൾ എല്ലാം വിൽക്കപ്പെടും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയി ഇതും ചുരിദാറിൻ്റെ തുണികളാണ്, സൂട്ട് തുണി. പിന്നെ ഇത് പരിപ്പുകളാണ്, പലതരത്തിലുള്ള തുവരപ്പരിപ്പ്, മസൂർ ദാൽ എല്ലാം ഉണ്ട്. അവിടുന്ന് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലൊരു കട. ഇതെല്ലാം പരിപ്പ്, പച്ചക്കറി. ഇത് നൈജീരിയക്കാരുടെ പച്ചക്കറിയാണ്, അവരുടെ കടയാണ് തോന്നിയത്. ഇത് ബ്രൊക്കോളി. ഇത് ബ്ലൂബെറി ഫ്രൂട്ട്സ്. ഇത് അവക്കാഡോ. അവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ്. ഇത് കേരള സ്റ്റോഴ്സ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. ചീര, ഏത് സൈസ് ചീര വേണമെങ്കിലും കിട്ടും, നമുക്ക് വിൽക്കപ്പെടും. ചുമന്നപ്പം പച്ചയും ചീരകൾ. പിന്നെ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഫിഷ് മാർക്കറ്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. കോഴി, നാടൻ കോഴി. പിന്നെ മുന്നോട്ട് പോകുന്നു. ഇതാണ് മീനുകൾ. ഇവിടുത്തെ ഒക്ടോപ്പസ് കിടപ്പുണ്ട്, നീരാളി കിടപ്പുണ്ട്. ഇത് കണവ. അങ്ങനെ ഇങ്ങോട്ട് അടുക്കാൻ വയ്യ, സ്മെല്ല് നിൽക്കാൻ പറ്റാത്തത്ര സ്മെല്ല് അവിടെ. കൊഞ്ച്, ഞണ്ട് എല്ലാം ഉണ്ട്. കൊഞ്ച്, ഞണ്ട്, കിളിമീൻ. ഭയങ്കര സ്മെല്ലാണ് അങ്ങോട്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് നിൽക്കാൻ പറ്റാത്തത്ര, സഹിക്കാൻ വയ്യ. കിളിമീൻ ഇരിക്കുന്നു. മീനൊന്നും നേരത്തെ അത്ര ഇല്ല ഇപ്പം പ്രാവശ്യം. നേരത്തെ ഒരുപാട് മീനുകളിങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. മീൻ വാങ്ങിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഇത് സാരി, ചുരിദാർ മെറ്റീരിയൽസ്. അവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ നഴ്സന്മാരുടെ ഹോസ്പിറ്റലിലെ യൂണിഫോം.
ഡ്രസ്സുകൾ, ബോയ്സിൻ്റെ ഡ്രസ്സുകൾ. പോയി ഇതെന്താണ്? സൂട്ട് തുണി, ചുരിദാർ തുണി. പിന്നെ പോയി ഷർട്ടുകൾ 800 രൂപ മുതലുള്ള ഷർട്ടുകൾ 800, 850, 900, 1000, 1500 അങ്ങനെ പോയി. ഷർട്ട്, കുർത്ത, പൈജാമ. പിന്നെ ഈ പാത്രങ്ങൾ, മോമോസ് ഉണ്ടാക്കുന്ന പാത്രമുണ്ട്, നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രം, അങ്ങനെ സ്റ്റീലിൻ്റെ, അലൂമിനിയത്തിൻ്റെ എല്ലാം പാത്രങ്ങളുണ്ട്. കേരള സ്റ്റോഴ്സ്. ഏത്തയ്ക്ക, വെള്ളരിക്ക, പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് ക്ലിപ്പുകൾ. ഒരു ക്ലിപ്പിന് 50 രൂപ, തലയിലിടുന്ന ക്ലിപ്പ്. പരിപ്പ് വറുകൾ. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന മസാലകളുടെ കടയാണിത്. മസാലകളും പരിപ്പുകളും, ചിപ്സ്, പിന്നെ കടല, പരിപ്പ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കടകളത്. തുണികൾ, സെറ്റ് സാരി, പട്ട് സാരി, സെറ്റ് സാരി, കോട്ടൺ സാരി. ഇതാണ് എല്ലാത്തിൻ്റെ വില 500-നും 550-നും മുകളിലോട്ടാണ്. തുണികളുടെ, സാരികളുടെയൊക്കെ വില. ബാഗ്, ഇത് നൈറ്റികൾ. പിന്നെ ബാഗിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് തോട്ടൊക്കെ വെച്ചത്. ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ്. കുർത്ത 250 രൂപ, 300, 350 ടീഷർട്ട്. 200, 250, 300, 350 ടീഷർട്ടുകൾ. പിന്നെ ആ വിലയിലുള്ള ടീഷർട്ടുകൾ. പിന്നെ 200, 100 രൂപയുടെ പാൻറ്റുകൾ. 250, 100. പിന്നെ വീണ്ടും തുണികളാണ് ഏറ്റവും കൂടുതൽ. ദില്ലിയിലെ ഏത് മാർക്കറ്റിൽ ചെന്നാലും തുണികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന് ശേഷം മാത്രമേ മറ്റ് സാധനങ്ങൾക്ക് സ്ഥാനമുള്ളൂ. നടക്കുന്നു. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് വട ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വട. പിന്നെ പോകുന്നു. ഇത് ചിപ്സിൻ്റെ കടയാണ്. ബേക്കറി കടയാണ്. എല്ലാത്തരം ചിപ്സുകളും ഉണ്ട്. ചിപ്സുകളും ഈന്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയാണ്. ഫ്രൂട്ട്സ്, കരിക്ക്, ഓറഞ്ച്, ആപ്പിൾ, അവക്കാഡോ. പിന്നെ മുന്നിലേക്ക് പോകുന്നു. പിന്നെയും തുണികൾ. വീണ്ടും നമ്മളിപ്പോൾ മലയാളി ഹോട്ടൽ തപ്പിപ്പോവാണ്. അപ്പോൾ ഈ വഴി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ മലബാർ ജുവലറിയുടെ മുന്നിലെത്തും. ആ വഴി ഇറങ്ങിപ്പോകുന്നത്. ഇവിടെയാണ് ജുവല്ലറി. മലബാർ ജുവല്ലറി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണേ. മുന്നോട്ട് പോകുന്നത് ആ ഒരു ഫ്ലൈറ്റ് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെയൊക്കെ ഏത് സമയവും ഇങ്ങനെ പ്ലെയിൻ പറന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അടുത്താണ് എയർപോർട്ട്. അവിടെ നിന്ന് നമ്മൾ INA മാർക്കറ്റ് വെളിയിൽ നിന്ന് കാണുക. എന്താ ശിവാനി ജുവല്ലേഴ്സ്, മലബാർ ജുവലറി. അവിടെ നിന്നൊരു രാജസ്ഥാനിൽ നിന്ന് മാലകൾ വിൽക്കുന്നു, സ്റ്റീൽ വെള്ളി ആഭരണങ്ങൾ. ഇത് ഫ്രൂട്ട്സ്, അവക്കാഡോ, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്സ്, ഇതെല്ലാം ഇരുന്ന് വിൽക്കുന്നു. പിന്നെ നമ്മൾ ഈ പടികൾ ഇറങ്ങി പിന്നെ മുന്നോട്ട് പോകും. തുണിക്കട, വീണ്ടും തുണിക്കട. അത് കപ്പുകൾ ഒക്കെ വിൽക്കുന്നുണ്ട്, പല മോഡലിലുള്ള കപ്പുകൾ. വീണ്ടും മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ കേരള ഹോട്ടലിൽ കയറി. നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാനായിട്ട് കയറി. അന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു, വീണ്ടും ഇറങ്ങി. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിന് മുമ്പ് ഒന്നും കൂടെ എല്ലാം ഒന്ന് കാണാം. ഇതാണ് INA മാർക്കറ്റ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.